ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ജെറീക്കോ പട്ടണത്തിലേക്ക് പോവുകയാണ്. വളരെയധികം പ്രാവശ്യം ബൈബിളിൽ നാം ജെറീക്കോ പട്ടണത്തെപ്പറ്റി കാണുന്നുണ്ട്. ജെറീക്കോ പട്ടണത്തിൻ്റെ ഏതാനും പ്രത്യേകതകൾ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. അതിൽ ആദ്യത്തേത് ബിലോ സീ ലെവൽ, ബിലോ 223 മീറ്റേഴ്സ് ബിലോ സീ ലെവലിൽ ഉള്ള ഏറ്റവും ലോങ്ങസ്റ്റ് കേബിൾ കാർ ഇവിടെയാണ്. തന്നെയുമല്ല, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിറ്റി അത് ജെറീക്കോ പട്ടണമാണ്. ഇനിയും നമ്മൾ ബൈബിളിൽ കാണുന്ന സക്കേവൂസ് കയറിയ മരം, അത് ഇവിടെയാണ്. നമ്മളവിടേക്ക് പോകും. നമ്മൾ ഈ കേബിൾ കാറിലിരുന്ന് നോക്കുമ്പോൾ നമ്മൾ അതിന് താഴെ കാണുന്നതാണ് ജെറീക്കോ പട്ടണം. ഈ ജെറീക്കോ പട്ടണത്തിന് ശേഷം നമ്മൾ കാണുന്നത് ജോർദാൻ മലനിരകളാണ്. ഒത്തിരിയേറെ ബിബ്ലിക്കൽ സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ ഈ ജെറീക്കോ പട്ടണത്തിലൂടെ കാർ ഓടിച്ച് കുറേ യാത്ര ചെയ്തു. ഇന്നിത് പാലസ്റ്റീനിലെ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിലാണ്. ഈശോ വളരെയധികം പ്രാവശ്യം ശിഷ്യന്മാരുമൊത്ത് യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജെറീക്കോ പട്ടണം. ഇനിയും നമ്മൾ പോകുന്നത് സിക്കമോർ മരത്തിൻ്റെ അടുത്തേക്കാണ്. 2000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു അത്ഭുത മരമാണ് നമ്മളീ കാണുന്നത്. അതുപോലെ ഒരു ദൈവിക സാക്ഷ്യമായി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കാണുന്ന തെരുവിലൂടെയാണ്, റോഡിലൂടെയാണ് ഈശോ നടന്നു വന്നത്. ഈശോ വരുന്നു എന്ന് കേട്ടപ്പോൾ സക്കേവൂസ് ഈ മരത്തിൽ കയറിയിരുന്നു ഈശോയെ കാണാൻ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമ്മളിത് കാണുന്നു. സക്കേവൂസ് ഈശോയെ കാണാൻ ഈ മരത്തിന് മുകളിൽ കയറിയിരുന്നു. ഈ മരത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈശോ നിന്നു. വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഈശോ സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസേ, വേഗം താഴെ ഇറങ്ങി വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ ഇന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് തിടുക്കത്തിൽ സന്തോഷത്തോടെ താഴെ ഇറങ്ങി ഈശോയെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ഈശോ സക്കേവൂസിനോട് സംസാരിച്ചു. സക്കേവൂസ് അവിടെ വെച്ച് വലിയ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു. സക്കേവൂസിൻ്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് ഈശോ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഇന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ സ്ഥലവും സിക്കമോർ മരവും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും സക്കേവൂസിന് കൊടുത്ത അതേ ഉറപ്പ് കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.